അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നും ഒരു റമദാൻ വ്ളോഗും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ സീയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി അരച്ച് വെച്ചതാണ്, പച്ചരി അരച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കണം. പിന്നെ അതിലേക്ക് കറി നമ്മൾ ചെന വെച്ചിട്ട് റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പിന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സാബുനരി, അതായത് സാഗോ റൈസ് ഉണ്ടല്ലോ, സാഗോ റൈസ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇന്ന് നമ്മൾ ഷവർമ്മയാണ് കേട്ടോ സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷവർമ്മക്കുള്ള മാവ് ആദ്യം ഒന്ന് കുഴച്ച് വെക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്, 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഇളം ചൂട് പാലിലൊന്ന് കുഴച്ചെടുക്കണം. പാൽ വേണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളമായാലും മതി. അപ്പം ഞാനിവിടെ പാലാണ് ഇട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് പാൽ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം ഇളം ചൂട് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പം ആവശ്യാനുസരണം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഒന്നിച്ചാണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഏറാൻ ചാൻസ് ഉണ്ട്. കുബൂസിൻ്റെ റെസിപ്പി ഞാനിതിൻ്റെ മുന്നേ കാണിച്ചതാണ്, പിന്നെ ഒന്നും കൂടി കാണിക്കാമെന്ന് മാത്രമേ. നിങ്ങൾക്ക് ഒന്നിച്ച് അങ്ങോട്ട് കണ്ടുണ്ടാക്കിയാൽ മതിയല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഒരുമിച്ച് ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. 1 കപ്പ് പാലെടുത്തിട്ട് ഇപ്പോൾ അതാ ഇത്രയാണ് ബാക്കി, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രേ ബാക്കിയുള്ളൂ, വളരെ കുറച്ച് മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ ഏകദേശം 2 കപ്പ് ഫ്ലോർക്ക് നമുക്ക് ഏകദേശം 1 കപ്പോളം പാലാണ് ആവശ്യം വരുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഷവർമയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ട്രിപ്സ് ആയിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇത് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പാപ്രിക്കയാണ് ശരിക്കും വേണ്ടത്. എൻ്റെ അടുത്ത് പാപ്രിക്ക ഇല്ല, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകപ്പൊടി, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ഷവർമയിലേക്ക് വേണ്ടിയിട്ട് തഹീനി സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെളുത്ത എള്ള്, സെസേമ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1.5 നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ കുറച്ച് ഒലീവ് ഓയിൽ,
ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ തഹീനി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗാർലിക് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മുട്ട ഇട്ടെടുക്കുക. ഇതിലേക്ക് 2 നാരങ്ങയുടെ ജ്യൂസ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഗാർലിക് സോസും റെഡിയായി. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ചനയൊന്ന് വേവിച്ചെടുക്കണം. അത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നേരത്തെ കുതിർത്ത് വെച്ച ചന ആയതുകൊണ്ട് ഒരു 4-5 വിസിൽ മതിയാവും. ഇത് ചവ്വരിയാണ്. ചവ്വരി വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 1 മണിക്കൂർ മുന്നേ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതായിരുന്നു. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പച്ചവെള്ളത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കേണ്ടത്. അതാ ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ചവ്വരി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞല്ലോ, അത് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജഗ്ഗിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചവ്വരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒരു 1/2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊക്കെ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാല് ഞാൻ നേരത്തെ തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴവും മാങ്ങയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ചെറുതായിട്ട് തിന്നായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ആണ് കഴിക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിനിടയിൽ ഷേസ ചെന റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഷവർമയിലേക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ ഇതൊന്ന് പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനിടയിൽ സീയപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഷേസയാണ് കേട്ടോ അപ്പമൊക്കെ ചുട്ടെടുത്തത്. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെന വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ സ്റ്റോക്ക് മാറ്റിയിട്ട് നമുക്ക് ചെന മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്റ്റോക്ക് കളയരുത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ശേഷം നമുക്കിതിലേക്ക്
കുറച്ച് മുളക് പൊടി. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചന നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇത് അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് ബാച്ചും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചന റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് വഴന്നു വന്നതിന് ശേഷം 2 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചന ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചനയുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ചന റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള റൊട്ടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 7 ഷവർമ്മ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാവ് നമുക്ക് 7 ബോൾസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ 7 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം പരത്തിയെടുത്തു. ഇനി നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതും പത്തിരിയും ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തന്നെ 3 തവണയായിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടാണ് ചുട്ടെടുക്കാറ്. അപ്പോൾ എല്ലാ റൊട്ടിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ്മ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഒന്ന് ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. പടിയിലൊരു ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള റൊട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ തഹിനി സോസും ഗാർലിക് സോസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെജിറ്റബിൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ക്യാബേജാണ്. പിന്നെ ഞാനിവിടെ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബറും അതുപോലെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടെ ഗാർലിക് സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ഹോട്ട് സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഹോട്ട് സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കണം.
അപ്പോൾ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലൊന്ന് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ എല്ലാവരും ഷവർമയും അതുപോലെ സാഗോ റൈസ് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ചന റോസ്റ്റും സിയപ്പവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ മന്തി ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല കമൻസൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. ബൈ.